സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് യോഹന്നാൻ ശ്ലീഹായുടെ തിരുനാൾ. വളരെ സുന്ദരമാണ് ശ്ലീഹ പകർന്നു വയ്ക്കുന്ന വിശ്വാസാനുഭവം. ദൈവം സ്നേഹമാണ് എന്ന് ശ്ലീഹ ഹൃദയപൂർവ്വം പകരുമ്പോൾ അത് അനാദി മുതലേ ഉള്ള ക്രിസ്തുവിനെ മാംസത്തിൽ കണ്ട് ആനന്ദിച്ചതിൽ നിന്ന് തന്നെയാണ്. ശ്ലീഹ തൻ്റെ ലേഖനാരംഭത്തിൽ പറയുന്നത് പോലെ, ഞങ്ങൾ അവനെ കണ്ടു, കേട്ടു, സ്പർശിച്ചു, ജീവന്റെ വചനത്തെ. ജീവൻ അങ്ങനെ ദൃശ്യമായി, അത് നിത്യജീവന്റെ ഉരുവമായി. മാത്രമല്ല, ദൈവത്തിൻ്റെ ജീവിതത്തിലുള്ള പങ്കാളിത്തവും, ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. ഈ അനാദിയായ വചനം മാംസം ധരിച്ചതിൻ്റെ ജീവിത സാക്ഷ്യമാണ് ശ്ലീഹ പകർന്നു വയ്ക്കുന്നത്. തുടക്കവും ഒടുക്കവും കണ്ടവനാണ് അങ്ങനെ യോഹന്നാൻ. അതും നിത്യതയുടെ അനന്തമായ ആ പാച്ചിലിൻ്റെ ഇടയിൽ തൻ്റെ ചെറിയ ജീവിത കാലയളവിൽ തന്നെ. എല്ലാവർക്കും എല്ലാമായി, എല്ലാത്തിലും എല്ലാമായി ക്രിസ്തു മാറുന്ന വെളിപാടിൻ്റെ തികവും ഇതേ യോഹന്നാൻ തന്നെയല്ലേ കണ്ടത്. ഇന്ന് സങ്കീർത്തനം 97 പറയുന്നത് പോലെ, പ്രപഞ്ചഗണങ്ങൾ മുഴുവൻ ദൈവത്തിൻ്റെ മുൻപിൽ ഉരുകിയൊലിക്കുകയാണ്. ഇത് ദൈവാവിഷ്കാരത്തിൻ്റെ ഭാഷയാണ്, തിയോഫനി. ശിലാഹൃദയങ്ങൾ ഉരുകിയൊലിക്കണം, അങ്ങനെ ക്രിസ്തുവാകുന്ന ദൈവാവിഷ്കാരത്തിന് മുൻപിൽ സ്നേഹമായ ദൈവത്തെ കൺകാണുമ്പോൾ. ഈ സ്നേഹത്തികവുകളെ കണ്ടതുകൊണ്ട് തന്നെയാണ് സ്നേഹനിർഭരമായൊരു ഹൃദയം യോഹന്നാന് സംജാതമാകുന്നത്. ശിഷ്യത്വവും പ്രിയത്വവും സംഗമിക്കുന്ന ക്രിസ്തീയ ജീവനത്തിൻ്റെ ആൾരൂപവുമാണ് ഈ ശിഷ്യൻ, ബിലവഡ് ഡിസൈപ്പിൾ. ഈ ആഴ്ചവട്ടങ്ങളിൽ നാം ഇനി യോഹന്നാൻ്റെ ഈ സ്നേഹഭാഷ്യങ്ങളെ കാതോർത്ത് കേൾക്കും. എങ്കിൽ മാത്രമേ നമുക്ക് മനുഷ്യപുത്രൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ ഘനം തിരിച്ചറിയാനാകൂ. കർത്താവിൻ്റെ കല്ലറയിലേക്ക് ഓടിയെത്തുന്ന പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ചിത്രം സുവിശേഷം വരച്ചിടുന്നുണ്ട്. യോഹന്നാൻ 20. ആദ്യം ഓടിയെത്തിയത് യോഹന്നാനാണെങ്കിലും അവൻ ശ്രേഷ്ഠനായ പത്രോസിനു വേണ്ടി വഴിമാറിക്കൊടുക്കുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നാഥനെ ചുറ്റിയിരുന്ന കച്ചകൾ അവിടെ കാണപ്പെടുന്നുണ്ട്. അതല്ലാതെ ആ കല്ലറ ഒഴിഞ്ഞു കിടക്കുകയാണ്. മാത്രമല്ല, തലക്കച്ച അവിടെ മടക്കിയും വെച്ചിരുന്നു, നാപ്കിൻ. ഇനിയും മടങ്ങി വരും എന്നതിൻ്റെ സൂചനയാണ് ആ ഒരു വിന്യാസം. ഇത് കണ്ടിട്ടാണ് ഉത്ഥാനത്തെ അവർ വിശ്വസിച്ചത്. അഭാവങ്ങളിൽ നിന്ന് പോലും നാഥനെ തിരിച്ചറിയുന്ന സ്നേഹപൂർണ്ണതയും വിശ്വാസത്തെളിമയുമാണിത്. യഥാർത്ഥ പെസഹ കുഞ്ഞാടായ ക്രിസ്തുവിനെ ധ്യാനിച്ചവനാണ് യോഹന്നാൻ. ഉണ്ണിയെ കണ്ടെത്താനായി നമുക്ക് അടയാളം നൽകപ്പെട്ടതുപോലും പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ പുൽത്തൊട്ടിയിൽ കിടക്കുന്നവനെന്നാണ്. ഇന്നിതാ കല്ലറയിലും അവൻ കച്ചയിൽ പൊതിയപ്പെട്ടവനായി കിടന്നു. ഇതെല്ലാം അടയാളങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളെ അടയാളങ്ങൾ, സെമയ എന്നാണല്ലോ വിളിക്കുന്നതും. ആഴ്തലങ്ങൾ പേറുന്നതാണ് അടയാളങ്ങൾ. ഒറ്റനോട്ടത്തിൽ കാണുന്നതിനപ്പുറം തലങ്ങളുണ്ടതിന്. കാണാൻ കണ്ണുള്ളവർ അത് കണ്ടെത്തുകയും ചെയ്യുന്നു. കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ക്രിസ്തുവാകുന്ന അടയാളം. ബലിക്കുഞ്ഞാടുകളെ കൂച്ചിക്കെട്ടിവെക്കുന്നൊരു ശൈലിയാണിത്, ന്യൂനതയില്ലാത്ത ദൈവക്കുഞ്ഞാട്. മാത്രമല്ല, പെസഹ തിരുനാളിൽ രണ്ടാമത്തെ അപ്പത്തെ, മെത്സ, ഒരു കച്ചയിൽ പൊതിഞ്ഞ് ഒളിപ്പിച്ചു വയ്ക്കുന്നൊരു ശീലമുണ്ട്. അഫിക്കോമെൻ, പിന്നീട് വരാനിരിക്കുന്നതെന്നാണ് അതിന് പറയുന്ന പേര്. വീട്ടിലെ കുട്ടികൾ അത് തിരഞ്ഞ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇളയ കുട്ടിക്ക് പ്രത്യേക സമ്മാനവും ലഭിക്കുന്നുണ്ട് ഇങ്ങനെ കണ്ടുപിടിച്ചാൽ. കൊറിയ ജീവിതഗതികളിലെ പെരിയ ഹൃദയഭേദങ്ങളെക്കുറിച്ച് യോഹന്നാൻ അങ്ങനെ മറഞ്ഞിരിക്കുന്ന ഈ ദൈവസൗന്ദര്യത്തെ വളരെ വേഗത്തിൽ കണ്ടെത്തിയവനാണ്. കാരണം അവൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ ചാരിയിരുന്നുകൊണ്ട് ആ ഹൃദയഭാഷ സ്വായത്തമാക്കിയിരുന്നവനുമാണ്.